ഇക്കണ്ട ആകാശങ്ങളുടെയും ഇക്കണ്ട ലോകങ്ങളുടെയും ഇക്കണ്ട സകല കോടി 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച സാക്ഷാൽ നമ്മുടെ സൃഷ്ടാവിനെ ആരാധിക്കണം. ഇതിലേതാണ് വർഗീയതയില്ലാത്ത വിശ്വാസം? ഇതിലേതാണ് മാനവകുലത്തിന് ഒന്നടങ്കം അംഗീകരിക്കാൻ പറ്റിയ വിശ്വാസം? മഴ ചൊരിഞ്ഞു തരുന്ന സൃഷ്ടാവിനെ, കടലിലെ മത്സ്യത്തെ നൽകുന്ന സൃഷ്ടാവിനെ, കാനനങ്ങളിലെ സിംഹങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, മാൻപേടകളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ. എന്ത് പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ ഒരാശയം! ഇത് വർഗീയതയുടെ മുദ്രാവാക്യമല്ല. പാരമ്പര്യമായി ജീർണിച്ചു പോയ വിശ്വാസങ്ങളെ ഒരുപക്ഷെ ഇത് ടച്ച് ചെയ്യുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നുവല്ലോ, 5000 കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഒരു കള്ളുഷാപ്പിന് എന്നതുകൊണ്ട് ആ കള്ള് നല്ലതാവില്ല, ആ കള്ളുഷാപ്പും നല്ലതാവില്ല. മനുഷ്യകുലം ആചരിക്കുന്ന ആചാരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നതല്ല അതിന്റെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത്. ഒരു നാട്ടിൽ 5 യുവാക്കൾ കൊള്ളക്കാരാണ്. ആ യുവാക്കൾ 50 കൊല്ലം ആ യുവാക്കൾ പറയുന്നു, ഞങ്ങളുടെ തലമുറയിലെ പാരമ്പര്യങ്ങളിൽ കളവ് നടത്തിയവരാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ബാപ്പ കള്ളനായിരുന്നു, ഞങ്ങളുടെ അമ്മാവൻ കള്ളനായിരുന്നു, ഞങ്ങളുടെ മൂത്താപ്പ കള്ളനായിരുന്നു. അവരാണ് ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചെന്നത്. ഒരു 50 കൊല്ലമെങ്കിലുമായി ഈ നാട്ടിൽ ഈ മോഷണം നടക്കുന്നു. അതുകൊണ്ടത് ശരിയാണ്. ഞങ്ങളുടെ വല്യാപ്പ മോഷ്ടിച്ചു, ഞങ്ങളുടെ മൂത്താപ്പ മോഷ്ടിച്ചു. അതാണോ മതത്തിന്റെ തെളിവ്? അതാണോ ആചരിക്കാനുള്ള തെളിവ്? അവിടെയാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ, മുസ്ലിം സമുദായം. ഈ സമുദായത്തിൽ ഇപ്പൊ ഹൈന്ദവ, എന്റെ നാട്ടിലൊരു മാഷുണ്ട്. ഞാൻ അദ്ദേഹവുമായി മതമൊക്കെ സംസാരിക്കാറുണ്ട് പല സന്ദർഭങ്ങളിൽ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ വിഗ്രഹാരാധനയെ എതിർക്കുന്നുണ്ടല്ലോ, നിങ്ങള് ഞങ്ങളുടെ വിഗ്രഹാരാധനയെ എതിർക്കുന്നുണ്ടല്ലോ. ഇതേ കാര്യം CM മക്കാമിലെ മടവൂരിൽ നടക്കുന്നുണ്ടല്ലോ. അത് കിടത്തി വെച്ച വിഗ്രഹം മാത്രമല്ല വ്യത്യാസമുള്ളൂ. ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അടിസ്ഥാനപരമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ടാണല്ലോ ഒരൊറ്റ സുന്നി പണ്ഡിതനും ആ മുസ്ലിങ്ങളോട് തൗഹീദ് പറയാത്തത്. എന്താ പറയാ? തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഹൈന്ദവ സഹോദരൻ ഇസ്ലാമായ ഉടനെ അവന് കാന്തപുരം ഉസ്താദിന്റെ കൂടെ പോയി. അപ്പൊ അയാൾ സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച് ഈ ചെറുപ്പക്കാരൻ എങ്ങനെ കൊണ്ടുപോയി. സിയാറത്ത് ടൂർ സമാപിച്ചവൻ പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ. ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് ഞങ്ങളുടെ മതം, ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാണ്, ഇത്ര ജീർണിച്ചിട്ടില്ല ഞങ്ങളുടെ സമുദായം എന്നവൻ പറഞ്ഞു. ഒടുവിൽ അവൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എത്തിപ്പോയി. അപ്പൊ അവൻ സാക്ഷാൽ ഇസ്ലാം മനസ്സിലായി. ഇസ്ലാം എന്താണ്? അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഖബറാരാധന എന്താണ്? ഖബറാരാധനയും ഖബറാരാധനയോട് ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങളുടെയും മതത്തിന്റെ അവസ്ഥ എന്താണ്? ഈ വസ്തുത എന്തുകൊണ്ട് എന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട്, ഇനി ഞാൻ പറയുന്ന കുറച്ച് പോയിന്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോട് സ്നേഹത്തോടെ പറയാൻ. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക, തെളിവുണ്ടോ ഇല്ലേ, പ്രമാണമുണ്ടോ ഇല്ലേ. വിശുദ്ധ ഖുർആനാണ് ലോക മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ തെളിവ് എന്നുള്ളത് വാക്കിൽ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, എഴുത്തിലും പേജിലും സ്റ്റേജിലും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ കർമ്മത്തിൽ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ദർഗയും ദർഗയിൽ നടക്കുന്ന സിയാറത്ത് ടൂറും അവിടെ ഒരു നബി നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു കഥ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അതായത് സമസ്ത ഇന്ന് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഖബർ പൂജ, ഖബർ സിയാറത്ത് എന്ന പേരിൽ നടക്കുന്ന ഖബർ പൂജ, ഇത് വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നബിയുടെ നോക്കൂ, നിങ്ങൾ എന്താ പറയാ, അമ്പിയാക്കളുടെ ദർഗ കെട്ടിപ്പൊന്തിക്കൽ മഹത്വമാണ്, മഹോന്നതമായ ഒരു കാര്യമാണ്, ഇസ്ലാമിലുള്ള കാര്യമാണ്. ശരി എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഖുർആൻ ഇസ്ലാമിന്റെ തെളിവാണോ? എങ്കിൽ അതിലെവിടെയില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഒരു 1.25 ലക്ഷത്തോളം അമ്പിയ മുർസലീങ്ങൾ വന്നിട്ട് അവരിൽ ഒരാളും ചെയ്യാത്തൊരു കാര്യം മതാണെന്ന് പറയുന്നുണ്ട്. ബുദ്ധി എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു നബിയും ഒരു ദർഗയെ പറ്റി പരാമർശിക്കുന്നില്ല. ഒരു മഹാന്റെ ദർഗ കെട്ടി ഉയർത്തൽ മതത്തിന്റെ ഭാഗമാണെന്ന് അവരുടെ പ്രസംഗത്തിലോ പ്രബോധനത്തിലോ നമ്മൾ കാണുന്നേയില്ല. ഏതെങ്കിലും ഒരു നബി, ഇത് അടിവരായിട്ട് മനസ്സിലാക്കണം, നരകവും സ്വർഗവും തീരുമാനിക്കുന്നതാണ് ഈ വിഷയം, നിസ്സാരമല്ല. എന്നെയോ എന്റെ പേരിലൊക്കെ ഇവിടെ നോട്ടീസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു.
അതൊക്കെ നമുക്ക് വ്യക്തിപരമായി ആ സമയത്ത് ചർച്ച ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ കേരളത്തിൽ ഉള്ളാളവും അതുപോലെ ഏർവാടി, ഭീമാപള്ളി, മനമ്പം ബീവി, പൊന്നാനി, അതുപോലുള്ള പല സ്ഥലങ്ങളും, പാറപ്പള്ളി, അങ്ങനെ തുടങ്ങി ഒരുപാട് ജാറുകൾ, ഒടുങ്ങാക്കാട്, അതുപോലെ CM മക്കാമ്, ഇതൊക്കെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുമ്പോൾ നമ്മൾ പറയും ഇതാണ് ദീൻ. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ദീന് തുടങ്ങിയത് ഏത് നബിയെ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മുജാഹിദുകൾ പറയുന്നു അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഞങ്ങൾ പറയുമ്പോ അതൊരു വെറും വാക്കാകരുതല്ലോ. അപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു എന്താ തെളിവ്? ആദം നബി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് തെളിവുണ്ട്. 7-ാം അധ്യായം 23. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രം പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് തെളിവുണ്ട്. 71-ാം അധ്യായം 5-ാമത്തെ വചനം. ഇസ്തിഗ്ഫാർ തേടൽ അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നൂഹ് നബി പഠിപ്പിച്ചു. 71-ാം അധ്യായം 10-ാമത്തെ വചനം തെളിവാണ്. ഇസ്തിഗ്ഫാർ തേടാൻ അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ നൂഹ് നബി പഠിപ്പിച്ചു. 71-ാം അധ്യായം 28-ാമത്തെ ആയത്ത് തെളിവാണ്. തെറ്റ് പറ്റിയാൽ പടച്ചവനോട് പശ്ചാത്തപിക്കണം എന്ന് നൂഹ് നബി പഠിപ്പിച്ചു. 11-ാം അധ്യായം 45-46 തെളിവാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണമെന്ന് ഖുർആൻ പറഞ്ഞു. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. 2-ാം അധ്യായം 126, 127, 128, 129, 130 വചനങ്ങൾ. 14-ാം അധ്യായം 35-ാമത്തെ വചനം, 37-ാം അധ്യായം 100-ാമത്തെ വചനം, 60-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ഇതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച തെളിവാണ്. മഹാനായ യൂനുസ് നബി പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 21-ാം അധ്യായം 56. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനം. മഹാനായ യൂസുഫ് നബി പ്രാർത്ഥിച്ചു. 12-ാം അധ്യായം 101-ാമത്തെ വചനം. ഇങ്ങനെ എനിതാ ഇവിടെ ഈ സ്ഥലത്ത് ഒരു ഉസ്താദിനെ സ്വതന്ത്രമായി ഒറ്റക്ക് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് ആദം നബി മുതൽ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞെടുത്ത് ഇന്ന നബി ഇന്ന ദർഗയിലെ മറ്റൊരു നബിയോട് വിളിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഒരൊറ്റ വചനം, ഒരേ ഒരു വചനം ഉദ്ധരിക്കാൻ അറിവും കഴിവും പ്രാപ്തിയുമുള്ള ഉസ്താദിന് എന്റെ പ്രസംഗത്തിന് ശേഷം 2 മിനിറ്റ് സമയം ആയത്ത് ഉദ്ധരിക്കാൻ. ഒരൊറ്റ വചനം, ഒരേ ഒരു വചനം. ഏതെങ്കിലും ഒരു നബി അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നല്ലാതെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞങ്ങളിത് വാദിക്കുമ്പോ ഇത്രയേറെ ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചു. ഞാൻ പറയുന്നത് ഇത്രയേറെ വേണ്ട ഒരൊറ്റ ആയത്ത്, ഒരൊറ്റ ആയത്ത്. റബ്ബന വലംന എന്ന പോലെ ആ റബ്ബന എന്ന സ്ഥാനത്ത് ഇന്ന നബിയെ ഇന്ന വലിയെ എന്ന് അതിന് പകരം റബ്ബന അല്ലാഹുമ്മ എന്നിടത്ത് വെച്ച ഒരൊറ്റ ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ എന്നാണ് ചോദ്യം. 2. ഇപ്പൊ ഭീമാപള്ളിയിലെ ഉറൂസ് കാണുമ്പോ, വിഴിഞ്ഞത്തെ ഉറൂസ് കാണുമ്പോ എന്താ സമസ്തക്കാര് പറയാ? അത് സാക്ഷാൽ ദീനാണ്. അല്ലേ? എങ്ങനെയല്ലേ? ആണല്ലോ, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതാണ് സാക്ഷാൽ ദീന്. നിഷേധിക്കാൻ കഴിയില്ല. കാരണം 4 പ്രഗത്ഭരായ സമസ്ത പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുകയാണ് വിഴിഞ്ഞം പള്ളിയിൽ. നിഷേധിക്കാൻ കഴിയില്ല. ഈ ഉറൂസാണ്, ഇതാണ് ഇസ്ലാം. പുറത്തുനിന്ന് നോക്കുന്ന ക്രിസ്ത്യാനി, ഹിന്ദു എന്താ മനസ്സിലാക്കുക? ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൃശ്ശൂർ ഒക്കെ ഉള്ള പൂരം പോലെ ഇന്ന സ്ഥലത്ത് നടക്കുന്ന പൂരം അത് മതമാണ് എന്ന്. ഇനി എന്റെ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പള്ളിയെയോ ഒരു സ്ഥാപനത്തെയോ ചുറ്റിപ്പറ്റി ഒരു ഉറൂസ് സംഘടിപ്പിച്ച ഒരു നബിയുടെ പേര് നിങ്ങൾ കുറെ ചോദ്യം കൊണ്ട് ചോദിച്ചല്ലോ. ഒരു ഉറൂസ് സംഘടിപ്പിച്ച ഒരു നബിയുടെ പേര്. 3-ാമത്തെ പോയിന്റ്. ഇന്ന് ട്രാവൽസ് മുഖാന്തരം സിയാറത്ത് കം അല്ലേ, ഇന്ന് കൂട്ടുപ്രാർത്ഥന കം പാക്കേജ് സിയാറത്ത് ടൂറുകൾ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ 25 പ്രവാചകന്മാരിൽ
കേട്ടഗറി കൂടിയവരുണ്ട്. 25 പ്രവാചകന്മാർ കേട്ടഗറി കൂടി. അവരിൽ നിന്ന് വീണ്ടും അവർ സെലക്ട് ചെയ്ത 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മിന്റെ. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റ് പ്രവാചകന്മാർ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ ഖബറെങ്കിലും കെട്ടി ഉയർത്തി അവിടെ പൂജയും മുറൂസും നിലവിളക്ക് കത്തിക്കലും നടത്തിയതായി 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒന്നാമത്തെ പ്രമാണമായ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അഥവാ സമസ്തക്കാരുടെ ഒരു പുസ്തകം വായിച്ചാൽ കിട്ടുന്ന പ്രതീതി അല്ല ഖുർആൻ വായിച്ചാൽ കിട്ടുക, ഇത് വഹാബികളുടെ ഗ്രന്ഥാണല്ലോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം വായിക്കുമ്പോ ഇത് വഹാബികൾക്ക് വേണ്ടി ഇറക്കിയ ഗ്രന്ഥമാകുന്നു എന്ന് തോന്നാൻ എന്തുകൊണ്ടാണ് കാരണം? വല്ലാത്ത ചോദ്യങ്ങളാണ് ഈ ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞാൻ ചോദിക്കുന്നുണ്ടല്ല, വിഷയത്തിന്റെ മർമ്മം അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ ഒരാളും ഒരൊറ്റ മനുഷ്യനും ചെയ്യാത്തത് നിങ്ങൾക്ക് എവിടെ നിന്നും മതമായി മാത്രമാണോ? ഒരായത്ത് കേട്ടോളൂ.